ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പം ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഒരു എയർ ഇന്ത്യ റിവ്യൂ ആക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കോപ്പൻഹേഗനിൽ നിന്ന് ഇന്ത്യയിലോട്ട് ട്രാവൽ ചെയ്യാണ് എയർ ഇന്ത്യയിൽ. ഫസ്റ്റ് ടൈമാണ് ഞാൻ എയർ ഇന്ത്യ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ എയർ ഇന്ത്യയെ പറ്റി നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് എയർ ഇന്ത്യ ട്രാവൽ, അതിൻ്റെ ഒരു റിവ്യൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉദ്ദേശിക്കുന്നത്. സോ അപ്പം എൻ്റെ പെട്ടികളൊക്കെ ഇവിടെ റെഡിയാണ്. സോ നമുക്ക് അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നാട്ടിലോട്ട് പോകാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ രണ്ട് വലിയ പെട്ടികൾ ഞാൻ പൊക്കുന്ന കണ്ടിട്ട് ഞാനൊരു സംഭവമാണെന്ന് ആരും വിചാരിക്കേണ്ട. ആ പെട്ടിയിൽ ഒന്നുമില്ല. എനിക്ക് ആക്ച്വലി ഇവിടുന്ന് അങ്ങോട്ടല്ല കൊണ്ടുപോകാനുള്ളത്, വീട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് സാധനങ്ങൾ വേണ്ടത്. സോ കാലിപ്പെട്ടിയുമായിട്ട് അങ്ങനെ വീട്ടിലെത്തുന്നതും കാത്ത് ഉള്ളൊരു യാത്രയാണിത്. അങ്ങനെ ബാഗെല്ലാം നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇമിഗ്രേഷനിൽ സീലും വെച്ചതാ ഇന്ത്യയിലോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് ഇത് റിയൽ ഫീലിംഗ് വരുന്നത്. ഞാൻ ഇന്ത്യയിലോട്ട് പോവുകയാണ്, വീട്ടിൽ പോവുകയാണ് എന്നുള്ള ഫീലിംഗ്. അപ്പം എയർ ഇന്ത്യ ജേണി സ്റ്റാർട്ട് ചെയ്തു. 9:10 പറഞ്ഞിരുന്ന ഫ്ലൈറ്റാണ് ഡിലേ ആയിട്ട് ഇപ്പം 10:45 എടുക്കുന്നത്. ഡിലേ ആവാത്തവർ എയർ ഇന്ത്യ ഫ്ലൈറ്റും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കോപ്പൻഹേഗൻ ഡൽഹി അറ്റ്ലീസ്റ്റ് എപ്പോഴും ഡിലേ ആയിക്കൊണ്ടിരിക്കും. സോ ഇതാണ് ഡിലേ ആയതുകൊണ്ട് എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റും ക്യാൻസൽ ചെയ്ത് റീബുക്ക് ചെയ്യേണ്ടി വന്നു ഫ്രം ഡൽഹി ടു ബാംഗ്ലൂർ. ആദ്യമായിട്ട് നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയ എൻ്റെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനങ്ങനെ മൊത്തത്തിൽ എല്ലാ സീറ്റും പരിസരവും ഒക്കെ ആകെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. നമുക്ക് യൂഷ്വൽ ഫ്ലൈറ്റ്സിൽ കിട്ടുന്ന പോലെ ഇതിലും കുറച്ച് പുതപ്പും പില്ലോയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള ഫ്ലൈറ്റിലൊക്കെ കിട്ടുന്ന അത്രയും ഐറ്റംസും എന്താ പറയുക, ആ ഒരു പ്രീമിയം സംഭവമില്ല. എങ്കിലും ഓക്കെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സീറ്റൊക്കെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചില സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അതൊന്നും വലിയ യൂസൊന്നുമില്ല. ചിലരുടെ ഒന്നും മോണിറ്റർ ഒന്നും വർക്ക് ആവാറില്ല എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് ഗോഡ് എൻ്റെ മോണിറ്റർ വർക്കിംഗ് ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. സ്റ്റിൽ ഞാൻ ഒരു ഫിലിം കണ്ടു, ബാക്കി ഞാൻ എൻ്റെ ഫോണിലും ടാബിലൊക്കെയാണ് ഫിലിം കണ്ടത്. അപ്പോൾ ഈ ജേണി എന്ന് പറയുന്നത് വെരി വെരി ലോങ് ജേണിയാണ്. ഇവിടുന്ന് ഡെൻമാർക്കിൽ നിന്ന് ഇന്ത്യയിലോട്ട് ഓൾമോസ്റ്റ് 9.5 hours ഉണ്ട്. ഓൾറെഡി നമ്മുടെ ഫ്ലൈറ്റ് 1 hour മേലെ ഡിലേ ആണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ലേ ഓവർ ഉണ്ട് ഡൽഹിയിൽ. അവിടെ നിന്ന് നമുക്ക് 3 hour ഉണ്ട് തിരിച്ച് ബാംഗ്ലൂരിലോട്ട്. സോ വെരി വെരി ലോങ് ജേണിയാണ്. ഇരുന്നിരുന്ന് ഉപ്പാട് വരാൻ പോകുന്ന ഒരു ട്രിപ്പാണിത്. വാർ സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ റൂട്ട് കുറച്ച് വ്യത്യാസമായിട്ടാണ് എയർ ഇന്ത്യ പോകുന്നത്. സോ ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ ഈ ഫ്ലൈറ്റിൻ്റെ റൂട്ട്. അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടി ഈ ഒരു ഇയർഫോണൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പടം കാണാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. വേറെ ഒരു പടം ഞാൻ കണ്ട ഫിലിംസാണ്. പിന്നെ ബാക്കിയൊന്നും അങ്ങനെ കാണാൻ നമുക്ക് ഇൻട്രസ്റ്റ് തോന്നാത്ത ഫിലിംസാണ്. വലിയ കളക്ഷൻസ് ഒന്നുമില്ല ഫിലിംസ്. പിന്നെ മോണിറ്റർ ക്വാളിറ്റിയൊക്കെ ഒരു പിക്ചർ ക്വാളിറ്റിയൊക്കെ ഒരു കുറവായിരിക്കും. അങ്ങനെ ഞാൻ ഒരു ഫിലിമൊക്കെ കണ്ട് ഇരുന്നപ്പോഴേക്കും നമ്മുടെ എയർ ഹോസ്റ്റസ് ഫുഡുമായിട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ മനഃപൂർവ്വം ഉറങ്ങാതെ ഫിലിം കണ്ടതാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കാരണം ഓൾമോസ്റ്റ് ടൈം 12-12:30 എല്ലാം ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല ഉറക്കം വരുന്ന സമയമാണ്. ഉറങ്ങിയിട്ടും കാര്യമില്ല, ഉറങ്ങി വരുമ്പോഴേക്കും ഒരു ഫുഡും കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഉറങ്ങാതെ. ഇപ്പം ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ നോൺ വെജ് ഫുഡാണ് കേട്ടോ. ചിക്കൻ കറിയും റൈസുമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു ബണ്ണുണ്ട്, പിന്നെ ഒരു കറിയുണ്ട്, ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ട്, ബട്ടർ വാട്ടർ ബട്ടർ ആൻഡ് ഹെനിക്കൻ ബിയർ. ടേസ്റ്റ് എങ്ങനെയുണ്ടാവും? ഫുഡ് വലിയ തിരക്കേടില്ലായിരുന്നു. വലിയൊരു പ്രീമിയം സംഭവമൊന്നുമല്ല. നമ്മൾ മറ്റുള്ള ഫ്ലൈറ്റ്സിലൊക്കെ എപ്പോഴും നല്ല പ്രീമിയം ക്വാളിറ്റി ഫുഡായിരിക്കും. ഇതങ്ങനെ വലിയ സംഭവമൊന്നുമില്ല, കഴിക്കാം, വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വാഷ്റൂം ടൂറൊക്കെ നടത്തിയിട്ട് ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉറക്കം വരുന്നുണ്ട്, എന്നാൽ ഉറക്കം വരുന്നില്ല. അപ്പോൾ പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം, ഇരുന്നിരുന്ന് മടുത്ത്. അപ്പോൾ ഒന്ന് വാഷ്റൂമിലെല്ലാം പോയി അങ്ങനെ ഒന്ന് കറങ്ങി നടന്നു.
അങ്ങനെ കുറച്ച് ഉറക്കവും ഇരിപ്പും നടപ്പും ഒക്കെ കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും അതാ നമുക്ക് അടുത്ത ഫുഡ് എത്തി. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ജസ്റ്റ് ഒരു ബണ്ണും യോഗട്ടും കട്ട് ഫ്രൂട്ട്സും ടീ പിന്നെ ഒരു ജ്യൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് അത്ര വലിയ ഒരു ഫുഡായിട്ട് തോന്നിയില്ല. എന്നാലും ഓക്കെ ആക്ച്വലി വിശക്കും നമുക്കിത് കഴിച്ചാലും. അങ്ങനെ ഇത് കഴിച്ച് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഞാൻ വീണ്ടും സീരീസൊക്കെ കണ്ട് ഇരുന്ന് നമ്മളെങ്ങനെയെങ്കിലും സമയം തള്ളി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് അതാ ഡൽഹി എത്താറായിട്ടുണ്ട്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, ഇനി അധികം സമയം ഇരിക്കണ്ടല്ലോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഫോം കൊണ്ടു തന്നത്. ഇത് ഫില്ല് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴേക്കും അവിടെ ഹെൽത്ത് ഓഫീസേഴ്സ് ഉണ്ടാവും, അവർ കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നാണ്. ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് എബോള വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നുകൊണ്ടാണ് ഈ ഒരു ഡോക്യുമെൻ്റ് എല്ലാ പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അവർ എഴുതി വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡീറ്റെയിൽസും നമ്മൾ ഏതൊക്കെ കൺട്രീസാണ് റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ നമ്മളിതാ ഇന്ത്യ എത്തി, ഡൽഹിയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് കഴിഞ്ഞ് എത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ബാഗ് ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു പ്രൊസീജിയറുണ്ട്. അതാണ് ഐ ഹേറ്റ് ദിസ് പ്രൊസീജിയർ ആക്ച്വലി. നമ്മൾ ഒരേ ഫ്ലൈറ്റ് കമ്പനിയിലാണ് 2 ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ട ഇതുണ്ട്. ലാസ്റ്റ് ടൈം ഞാൻ ഇൻഡിഗോയിൽ ട്രാവൽ ചെയ്തപ്പോഴും സെയിം ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ എത്തിഹാദ് പോലെയുള്ള ഫ്ലൈറ്റ്സിലൊന്നും ഈ ഒരു പ്രൊസീജിയർ ഇല്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കുറച്ച് അനോയിങ് ആയിരുന്നു. പക്ഷേ എന്തായാലും അതും ചെയ്ത് ഇമിഗ്രേഷനും കഴിഞ്ഞു. ഇന്ത്യ എത്തിയതിൻ്റെ അറിയാനുണ്ട്. ഇമിഗ്രേഷൻ ഭയങ്കര ലേറ്റ് ആയിരുന്നു. നമ്മൾ ഒരുപാട് നേരം നിന്നു. ഇമ്മീഡിയറ്റ് ഫ്ലൈറ്റ് ഒക്കെ ഉള്ളവർക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ക്യാൻസൽ ആവാൻ വേറെ ഒന്നും വേണ്ട. നമ്മൾ പിന്നെ എയർ ഇന്ത്യ ആയതുകൊണ്ട് ഓൾവേസ് സെക്കൻഡ് ഫ്ലൈറ്റും നമുക്ക് ലേറ്റ് ആയിരുന്നു. സോ നോ ഇഷ്യൂസ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഫ്ലൈറ്റിലാണ് നമ്മൾ ലഞ്ച് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പൊട്ട സാധനം തന്നവർ നമ്മളെ പറ്റിച്ചത്. ഞാൻ നോക്കിയിട്ട് എയർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലഗേജ് ആണ് കേട്ടോ. ലഗേജ് നമുക്ക് ഓൾമോസ്റ്റ് 46 kg നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുവരാം. മറ്റുള്ള ഫ്ലൈറ്റിൽ നമുക്ക് ഇത്രയും ലഗേജസ് ഉണ്ടാവില്ല ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ ഒപ്പം. സോ അതൊഴിച്ചാൽ ബാക്കി വലിയ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. ബാക്കിയുള്ള ഫ്ലൈറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല കംഫർട്ടും നല്ല ഫുഡൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളി കംഫർട്ടായിരിക്കും. സോ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ സ്ഥലത്തെത്തി, നമ്മൾ ബംഗളൂരിലെത്തി. ആൻഡ് സോ ഹാപ്പി ടു ലാൻഡ് ബാക്ക്. അങ്ങനെ ഒത്തിരി എക്സ്പെക്റ്റേഷൻ ഉള്ളൊരു വെക്കേഷൻ ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ജേർണി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഞാനിപ്പോൾ എൻ്റെ വെക്കേഷൻ അടിച്ച് പൊളിക്കട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.